പ്രൈസ് ദി ലോർഡ്. 2 ശമൂവേൽ 16-ാം അധ്യായത്തിൽ ശമൂവേൽ പ്രവാചകൻ ഇസ്രായേലിന്റെ രാജാവായി അഭിഷേകം ചെയ്യാൻ ഇശായിയുടെ പുത്രന്മാരിൽ നിന്ന് ഒരാളെ തിരഞ്ഞെടുക്കാൻ യോഗം കിട്ടിയിട്ട് ഇശായിയുടെ വീട്ടിൽ ചെന്നു. ഇശായി തന്റെ പുത്രന്മാരെ ഓരോരുത്തരെയായിട്ട് ശമൂവേൽ പ്രവാചകന്റെ മുന്നിൽ കൊണ്ടു നിർത്തി. സാങ്കല്പികമായി പറഞ്ഞാൽ ഇശായി ഓരോരുത്തരുടെയും ഗുണങ്ങളും കഴിവുകളും ഒക്കെ വിവരിച്ചിട്ടുണ്ടാവും. ശമൂവേൽ പ്രവാചകൻ ഇവരെ ആരും തിരഞ്ഞെടുത്തില്ല. അവസാനം ചോദിച്ചു, ഇനിയും നിന്റെ പുത്രന്മാരിൽ ആരെങ്കിലും ഉണ്ടോ, എല്ലാവരും ആയോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇശായി വളരെ അലസതയോടെ പറഞ്ഞു, ഇനി ഒരുത്തനുണ്ട്, ഇളയവൻ, ഒരു ബാലൻ, ഒരു ആട്ടിടയൻ. അവനെ വിളിപ്പിക്കേണ്ട ആവശ്യമുണ്ടെന്നൊന്നും തോന്നുന്നില്ല, അവനെ ഇസ്രായേലിന്റെ രാജാവാകാനുള്ള യോഗ്യത ഉണ്ടെന്ന് തോന്നുന്നില്ല എന്ന് പറഞ്ഞു. ശമൂവേൽ പ്രവാചകൻ പക്ഷെ പറഞ്ഞു, അവനും കൂടെ വന്നിട്ടല്ലാതെ പന്തിക്കിരിക്കുകയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ മനസ്സോടെ ഇശായി ദാവീദിനെ വിളിപ്പിച്ചു. ദാവീദിനെ കണ്ട മാത്രയിൽ കർത്താവ് ശമൂവേൽ പ്രവാചകനോട് പറഞ്ഞു, ഇവനാണ് ഇസ്രായേലിന്റെ രാജാവായി അഭിഷേകം ചെയ്യുവാൻ യോഗ്യനെന്ന് പറഞ്ഞു. അങ്ങനെ അവനെ അഭിഷേകം ചെയ്തു. ഇതുപോലെ എല്ലാ കുടുംബത്തിലും നാട്ടുകാർക്കും കുടുംബക്കാർക്കും വീട്ടുകാർക്കും ഒന്നും പ്രതീക്ഷയില്ലാത്തൊരു ജന്മം കാണും. അല്ലെങ്കിൽ സ്വയം എന്നെ കൊണ്ട് ഒരു കഴിവില്ല, എനിക്ക് ഈ വീട്ടിലൊരു കോൺട്രിബ്യൂഷൻ ഇല്ല, എന്നെ കൊണ്ട് ആർക്കും ഒരു ഉപകാരമില്ല, എനിക്ക് ഞാനൊരു ഒരു യോഗ്യതയില്ലാത്ത ആളാണെന്ന് സ്വയം ചിന്തിച്ച് പ്രതീക്ഷയറ്റ് നടക്കുന്ന ഒരു ജന്മം കാണും. പക്ഷെ കർത്താവ് തിരഞ്ഞെടുക്കുന്നത് ആ പ്രതീക്ഷയില്ലാത്ത ജന്മത്തെ ആയിരിക്കും കേട്ടോ. അവർക്കായിരിക്കും ഏറ്റവും കൂടുതൽ ദൈവിക പദ്ധതി ആ വീട്ടിലുള്ളത്. കാരണം എന്താണെന്നറിയോ, ഈ ലോകം നോക്കുന്നത് നമ്മുടെ മുഖവും പൊക്കവും സൗന്ദര്യവും നമ്മുടെ യോഗ്യതയും ഒക്കെ ആയിരിക്കും ലോകം നോക്കുന്നത്. പക്ഷെ കർത്താവ് നോക്കുന്നത് നമ്മുടെ ഹൃദയത്തെയാണ്, നമ്മുടെ അയോഗ്യതകളെയാണ്. ലോകത്തിന് പ്രതീക്ഷയറ്റവരിലായിരിക്കും നമ്മുടെ കർത്താവിൻ്റെ പ്രതീക്ഷ കേട്ടോ. ഗോഡ് ബ്ലെസ് യു ഓൾ.